ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. റെഗുലർ സർവീസിൻ്റെ ഭാഗമായിട്ട് കയറിയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോഴല്ലോ ബ്രേക്ക് ലൈനർ മാക്സിമം ആയിട്ടുണ്ട് കേട്ടോ. അതായത് പരമാവധി ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. കിടക്കുന്നത് കമ്പനി ലൈനർ തന്നെ, ഹോണ്ടയുടെ ഒറിജിനൽ തന്നെയാണ്. മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈനർ മാത്രം ഒന്ന് മാറ്റിയിടാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗവും ക്ലച്ചൊക്കെ നമ്മൾ അഴിക്കുന്നുണ്ട്. അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിനകത്ത് ഉള്ളതാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്കത് ചെയ്യേണ്ട വർക്കുകളാണ്. എയർ ഫിൽറ്ററിനകത്തൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാം. മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല. ഓൾറെഡി കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഒറിജിനൽ ഫിൽറ്ററാണ്. ക്ലച്ചിനകത്തായാലും വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസോ ഒന്നുമില്ല. ഇതെൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ സെറ്റ്, വെയിറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നിലവിൽ നോർമൽ, ഇത് വലിയ പഴക്കമില്ല, ഇടയ്ക്കപ്പോൾ മാറ്റിയേക്കുന്നതാണ് കേട്ടോ. ഫ്രഷാണ് കിടക്കുന്നത്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണമുണ്ട്. ബെൽറ്റും ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് കിടക്കുന്നത്, ഹോണ്ടയുടെ KWP പാർട്ട് നമ്പർ ഉള്ളത് പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റാണത്. അത്യാവശ്യം മൂവിങ് പാർട്സുകൾ ഇച്ചിരി കൂടുതലുള്ള ഐറ്റാണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ വന്നാൽ ഇതൊക്കെ നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ജനറൽ സർവീസിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ കൂട്ടത്തിൽ ചെയ്ത് പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് ഓയിലോ കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വന്ന ഭാഗങ്ങൾ നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തേണ്ടത് ഗ്രീസ് നടത്തി റീസെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു അടുത്ത ഒരു 3000 കിലോമീറ്റർ 4 മാസത്തേക്ക് നമുക്ക് ഫിറ്റായിട്ട് വണ്ടി ഓടിക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ കൂട്ടത്തിൽ സെറ്റ് ചെയ്ത് തരുന്നു. പിന്നെ ഇതിനകത്തായാലും ക്ലച്ചിൻ്റെ കവറാണത്. നമുക്ക് കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ പറയത്തക്ക ഈ സൈഡിൽ ചെറിയൊരു ലീക്കിൻ്റെ ആരംഭമുണ്ട്. അത് നമുക്കൊന്ന് അഴിച്ചിട്ട് ആ മൗണ്ട് റബ്ബർ മാത്രം ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ കൂട്ടത്തിലൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2022 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് തന്നെ 4 ആംപിയറുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ട് നോക്കുമ്പോൾ 12.80 വരെ വരുന്നുണ്ട്. അത്യാവശ്യം ഔട്ട്പുട്ട് ഉണ്ട്. ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂസിനകത്ത് കാണിക്കും. ഇത് ഓൾറെഡി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലഗും കൂടി നമ്മൾ കൂട്ടത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. കാരണം എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് ചെയ്യേണ്ടി വരാറ്. നെക്സ്റ്റ് സർവീസ്, അടുത്ത സർവീസിൽ നമുക്ക് നോക്കിയിട്ട് കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് തോന്നണമെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് മാറ്റിയിട്ടാൽ മതി. സാധാരണ രീതിയിൽ 10,000 തുടങ്ങി 12,500 കിലോമീറ്റർ വരെ നമുക്ക് ഈ പ്ലഗും എയർ ഫിൽറ്ററും ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. പിന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മാറേണ്ട ടൈം ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരുവിധം കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിലും കൂടി മാറുന്നുണ്ട് കേട്ടോ. അപ്പം നിലവിൽ ജനറൽ സർവീസും അതേപോലെ തന്നെ ഓയിൽ ചേഞ്ചും ബാക്കിലെ ബ്രേക്ക് ലൈനറുമാണ് നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളൂ. ബാക്കിയത്തെ നമുക്ക് അത്യാവശ്യം ഗ്രീസിങ്ങും കാര്യങ്ങളും സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വണ്ടി തീരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു 6 മണി 6:30 ആവും. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.